മൂന്നാമതായി തിരിച്ചറിയേണ്ടതാരാ? മഹല്ല് ഭാരവാഹികളാണ്. മഹല്ല് ഭാരവാഹികൾ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന മഹല്ലിൽ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹല്ലിൽ ഈ തോന്യാസത്തിന് ഒരിക്കലും അനുവാദം നൽകുകയില്ല. ഈ കൂട്ടാട്ടത്തിന് അനുവാദം നൽകുകയില്ല. ഈ രീതിയിൽ വിവാഹാഘോഷം ആഭാസമാക്കുന്നതിന് അനുവാദം ഞങ്ങൾ നൽകുകയില്ല. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും, നിങ്ങളെ സ്ഥാനം പോവും, പ്രശ്നമാവും, മഹല്ലിൽ കുഴപ്പമാവും. അവിടെയാണ് ഈ ആയത്ത് ഓർത്തു വെക്കേണ്ടത് കമ്മിറ്റി ഭാരവാഹികൾ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, പള്ളി പരിപാലിക്കുന്ന ആളുകൾ ആരായിരിക്കണം? മന്നാമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ, വഅഖാമസ്സലാഹ്, ഹയ്യാലസ്സലാത്ത് എന്ന് കൊടുത്താൽ പള്ളി സെക്രട്ടറിയും പള്ളി പ്രസിഡന്റും ഒന്നാമത്തെ സഫിൽ വേണം. അല്ലാതെ പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്തവനല്ല ഇതിന്റെ ഭാരവാഹിയായി വരേണ്ടത്. സക്കാത്തിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒന്നാമനായി പള്ളി പ്രസിഡന്റിന്റെ പേരവിടെ ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് പള്ളി പ്രസിഡന്റുമാരാകേണ്ടത്. പിന്നെയോ വലം യഹ്ശ ഇല്ലല്ലാഹ്, ദീനിയായ മതപരമായ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ ആകാശം പൊളിഞ്ഞു വീഴുന്ന ഒരാൾ പറഞ്ഞാലും അതിന്റെ മുകളിൽ കയറി അതിന്റെ ബാക്കി പറയുമെന്ന് പറയാൻ, ഞങ്ങൾക്ക് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള ഭാരവാഹികൾ മഹല്ലിനുണ്ടാകണം. അതാണ് മഹല്ല് ഭാരവാഹികൾ ചെയ്യേണ്ടത്.